വെൽക്കം സ്റ്റുഡൻസ്. നമ്മൾ അടുത്ത വീഡിയോയിലേക്കാണ്, അടുത്ത ക്ലാസ്സിലേക്ക് കിടക്കുകയാണ്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മൾ CBSEക്ക് മുൻകാലങ്ങളിൽ ചോദിച്ച ചോദ്യങ്ങളാണ്. നമ്മൾ ഇപ്പോൾ റിഫ്രാക്ഷനിൽ ഇതുവരെ പഠിച്ചതിൽ ഉള്ള ആ പോർഷനിൽ നിന്ന് ചോദിച്ചിരുന്ന ചോദ്യങ്ങളാണ്. അപ്പോൾ ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. നിങ്ങളോടൊരു കാര്യം പ്രത്യേകം പറയട്ടെ, നിങ്ങൾ ഇടയ്ക്ക് വെച്ചൊരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ എൻ്റെ ക്ലാസ് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ട് വരും. നിങ്ങൾ കാണുമ്പോൾ അത് ആ സീരീസിൽ തന്നെ കാണണം, വീഡിയോ ഫസ്റ്റ്, എന്നാൽ മാത്രമേ മനസ്സിലാവുള്ളൂ. ഓക്കെ, സോ ക്വസ്റ്റ്യൻ അതാണ്: വൈ ഡസ് എ പെൻസിൽ ഇമേഴ്സ്ഡ് ഇൻ വാട്ടർ അപ്പിയർ ബെൻഡ് വെൻ ആൻഡ് ഷോർട്ട്? അതായത് നിങ്ങളൊരു ഗ്ലാസ്സിൽ ഒരു ബീക്കർ എന്നെടുക്കുക, ഗ്ലാസ് കൊണ്ടുണ്ടാക്കിയ ബീക്കർ, അതിലേക്ക് ഒരു പെൻസിൽ ഇങ്ങനെ ഇമേഴ്സ് ചെയ്തിട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ നോക്കിയാലും നമുക്കതിങ്ങനെ വളഞ്ഞ് ഇങ്ങനെ ഇത്തിരി ഉയർന്ന് ഇങ്ങനെ നിൽക്കുന്നതായിട്ട് തോന്നി, ഇതേപോലെ. അത് എന്തുകൊണ്ടാണെന്നുള്ള ചോദ്യം. കറക്റ്റ് സ്കെയിലിൽ വരയ്ക്കാത്തതുകൊണ്ട് ഒരു ചെറിയ എററൊക്കെ ഉണ്ട്, ഈ പെൻസിൽ ഇപ്പോൾ ചെറുതായിട്ടൊക്കെ തോന്നും, അത് കാര്യമാക്കണ്ട. അപ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ്: എന്തുകൊണ്ടാണ് ഇങ്ങനെ ബെൻഡായിട്ട് തോന്നുന്നത്? സോ വാട്ട് ഈസ് ദ ആൻസർ? ആൻസർ ഈസ് it is due to refraction. എന്താണ് റിഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് അതും കൂടി ഒന്ന് മെൻഷൻ ചെയ്തില്ല. ഇറ്റ് ഈസ് ഡ്യൂ ടു റിഫ്രാക്ഷൻ, ദാറ്റ് ഈസ് ഡ്യൂ ടു ചേഞ്ച് ഇൻ സ്പീഡ് ഓഫ് ലൈറ്റ് when it enters from one medium to another. ഇത്ര എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് റിഫ്രാക്ഷൻ എന്താണെന്ന് നന്നായിട്ട് അറിയാമെന്ന് എക്സാമിനർക്ക് ആൻസർ പേപ്പർ നോക്കുന്ന ഒരു അധ്യാപനം മനസ്സിലാവും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അതും കൂടി എഴുതിക്കൊള്ളാൻ പറഞ്ഞത്. ഓക്കെ, സോ ആൻസർ ഇറ്റ് ഈസ് ഡ്യൂ ടു റിഫ്രാക്ഷൻ. ഇനി അതിൻ്റെ റേ ഡയഗ്രാം ചോദിച്ചിട്ടുണ്ട്. റേ ഡയഗ്രാം ഇങ്ങനെയാണ്. നിങ്ങൾ പെൻസിലാണ് ഈ കാണിച്ചേക്കുന്ന, ഈ പെൻസിൽ ഇങ്ങനെ ഇമേഴ്സ് ചെയ്ത് വെച്ചിരിക്കുന്നു. ഇവിടെ നിന്ന് വരുന്ന രണ്ട് ലൈറ്റ് റേസ്, ഇവിടെ നിന്നാണ് ലൈറ്റ് റേസ് വരുന്നത്? അവിടെ ബൾബൊന്നുമില്ല, അത് നിങ്ങൾ മനസ്സിലാക്കണം ആദ്യം. അത് സൺലൈറ്റോ അല്ലെങ്കിൽ ഇതുപോലുള്ള നമ്മൾക്ക് ഒരു ആർട്ടിഫിഷ്യൽ ലൈറ്റോ കൊടുത്താൽ ആ ലൈറ്റ് നമ്മൾ എവിടെ നോക്കുന്ന പെൻസിലിൻ്റെ അറ്റത്ത് എവിടെയോ കയറും. ഇവിടെ നിന്ന് ഇതിനകത്തോട്ട് റിഫ്രാക്റ്റ് ചെയ്ത് കയറിയിട്ട് ആ പെൻസിലിൻ്റെ ടിപ്പിൽ വെച്ച് ഇറ്റ് വിൽ റിഫ്ലക്റ്റ് ബാക്ക്. അതുകൊണ്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത്, അല്ലേ? അപ്പോൾ ആ റിഫ്ലക്റ്റഡ് റേ, അകത്തുനിന്ന് കയറിയ റേ റിഫ്രാക്റ്റ് ചെയ്ത് ഇതിൽ വന്ന് വീണ് അവിടെ നിന്ന് തിരിച്ച് കുറച്ച് ഭാഗം റിഫ്ലക്റ്റ് ചെയ്യും. ആ റിഫ്ലക്റ്റ് ചെയ്യണ റേയാണ് ഞാൻ ഈ വരച്ചേക്കുന്നത്. സോ ആ റേയെ സംബന്ധിച്ചിടത്തോളം ദാറ്റ് ഈസ് ഒറിജിനേറ്റിംഗ് ഫ്രം ഹിയർ. ആ റിഫ്ലക്റ്റ് ചെയ്ത പോയിന്റിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്യുന്നതായിട്ട് കൺസിഡർ ചെയ്യാം. അപ്പോൾ ഈ പെൻസിലിൻ്റെ ടിപ്പിൽ നിന്ന് പോകുന്ന ഒരു റേ ആണ് ഇത്. രണ്ട് റേ ഞാൻ വരച്ചു. ആ രണ്ട് റേ, നൗ ദിസ് ഈസ് ഡെൻസർ മീഡിയം, എയറോ റെയറർ മീഡിയം. ഇറ്റ് ഈസ് എ റെയറർ മീഡിയം. അപ്പോൾ here the light is coming from denser medium and it's going to enter into a rarer medium. ഡെൻസർ മീഡിയത്തിൽ സ്പീഡ് കുറവായിരിക്കും, അല്ലേ? റെയറർ മീഡിയത്തിലോ സ്പീഡ് കൂടുതലായിരിക്കും ലൈറ്റിന്. സോ വാട്ട് വിൽ ഹാപ്പൻ വേണം. എന്നിട്ട് നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും ഞാൻ പറഞ്ഞൊരു എക്സാമ്പിൾ ഓർമ്മ വേണം. ഒരു ചെളിപ്രദേശത്ത് നിന്ന് അല്ലെങ്കിൽ ഒരു സ്മൂത്തായ റോഡിൽ നിന്ന് ചെളിപ്രദേശത്ത്, ചെളിയെന്ന് പറയുന്ന മാഷി ഏരിയ എന്ന് പറയുന്നത് ഡെൻസർ മീഡിയവും, കോൺക്രീറ്റ് റോഡല്ല സ്മൂത്തായ റോഡെന്ന് പറയുന്നത് റെയറർ മീഡിയമാണ്. എപ്പോഴും മനസ്സിൽ വേണം. അപ്പോൾ എന്നിട്ട് നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് എങ്ങനെ സംശയം തോന്നിയാൽ നിങ്ങൾ ഉടനെ തന്നെ ഇങ്ങനെ ഒരു ഇത് വരച്ച് നോക്കിയാൽ മതി. ഇത് റോഡ്, ഇത് മാഷി ഏരിയ. അപ്പോൾ എന്ത് പറ്റും? ഇങ്ങനെ ഒരു ഇത് കറങ്ങുകയാണെങ്കിൽ, ഇങ്ങനെ ഒരു കാർ ഇതിൽ വരികയാണെങ്കിൽ ആദ്യം ഈ വീല് മുട്ടും, അതിൻ്റെ സ്പീഡ് കുറയും. അപ്പോൾ ഈ വീല് അടുക്കും, പെട്ടെന്ന് വരും. അപ്പോൾ അതിൻ്റെ സ്പീഡ് കൂടുതലായിരിക്കും. ഇത്രയും ഭാഗം അത് കൂടുതൽ സ്പീഡിലും കുറവിലും ആകുമ്പോൾ ദിസ് വിൽ ടേൺ ലൈക്ക് ദിസ്. അപ്പോൾ എന്താണ്? ഇതാണ് നോർമൽ എന്ന് പറയുന്നത്. നോർമലിലേക്ക് അടുക്കും. മനസ്സിലായോ? ഈ സ്പീഡ് കുറഞ്ഞെടുത്തോട്ട് വരുമ്പോൾ നോർമലിലേക്ക് തിരിഞ്ഞു പോകും.
ഇനി തിരിച്ചാണ് പോകുന്നതെങ്കിലോ നോർമലിൽ നിന്ന് അകന്നും പോകും. സ്പീഡ് കുറഞ്ഞെടുത്തുനിന്ന് കൂടിയെടുത്തോട്ട് പോകുമ്പോൾ എന്തു പറ്റും? നോർമലിൽ നിന്ന് അകന്നു പോകും. അതെപ്പോഴും ഓർമ്മ വേണം. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം അതിനകത്ത് വരികയാണെങ്കിൽ ഈ എക്സാമ്പിൾ ഒന്ന് ഓർത്താൽ മതി എക്സാമിനേഷൻ ടൈമിൽ. ഓക്കെ, അപ്പോൾ ഇവിടെ ഡെൻസർ മീഡിയം മാഷി റീജിയനിൽ നിന്ന് സ്മൂത്ത് ആയിട്ടുള്ള റീജിയനിലോട്ട് കിടക്കുകയാണ്. സോ വാട്ട് വിൽ ഹാപ്പൻ? ഇവിടെ സ്പീഡ് കുറവും ഇവിടെ കൂടുതലായിരിക്കും. സോ ഇറ്റ് വിൽ ബെൻഡ് അവേ ഫ്രം ദ നോർമൽ. അങ്ങനെ ബെൻഡ് ചെയ്താണ് ആ 2 റേ ആണ് നമ്മുടെ കണ്ണിൽ വീഴുന്നതായിട്ട് നമ്മൾ വരച്ചേക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കണ്ണിനിത് മനസ്സിലാവില്ല, തലച്ചോറിന് ഇത് മനസ്സിലാവില്ല ഇവിടെ നിന്നാണ് വരുന്നതെന്നൊന്നും. തലച്ചോറിനെ സംബന്ധിച്ചാൽ ഒരു റേ ഓഫ് ലൈറ്റ് ഇങ്ങനെ 2 വന്നു കഴിഞ്ഞാൽ അത് ഇവിടെ നിന്ന് വരുന്നതായിട്ടാണ് അതിന് ഫീൽ ചെയ്യുന്നത്. സോ യു വിൽ ഫൈൻഡ് ദ പെൻസിൽ ടിപ്പ് ഹിയർ. യുവർ ബ്രെയിൻ വിൽ ഡിറ്റക്ട് ദ പെൻസിൽ ടിപ്പ് ഹിയർ ഓൺലി. സോ അതെന്താണ്? ഇവിടെ നിന്ന് കുറേ പൊങ്ങിയിട്ടുമാണ്. ദെൻ ഇറ്റ് ഈസ് ബെൻഡഡ് ഓൾസോ. അപ്പോൾ പെൻസിൽ ഇങ്ങനെ നിൽക്കുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നും. മനസ്സിലായി? സോ ദിസ് ഈസ് ദ റേ ഡയഗ്രാം. ഓക്കെ, ഡ്രോ ഇറ്റ്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 2. നെയിം ദ ഫിനോമിനൻ ഡ്യൂ ടു വിച്ച് ആൻ ഇങ്ക് ഡോട്ട് മാർക്കിംഗ് ഓൺ എ പീസ് ഓഫ് പേപ്പർ അപ്പിയേഴ്സ് ടു ബി റേസ്ഡ് വെൻ വ്യൂഡ് ത്രൂ എ തിക്ക് ഗ്ലാസ് സ്ലാബ്. അതായത് സപ്പോസ് ദിസ് ഇസ് എ തിക്ക് ഗ്ലാസ് സ്ലാബ്. ഞാനൊരു പേപ്പറിൽ ഒരു മാർക്കിംഗ് ഇടുകയാണ്, ഇങ്ക് മാർക്കിംഗ് ഇടുകയാണ്. ഇങ്ങനെ ഒരു മാർക്കിംഗ് ഇടുകയാണ്. ഈ മാർക്കിങ് ഞാനിങ്ങനെ നോക്കിയിട്ട് ഇതിലൂടെ നോക്കുമ്പോൾ, ഞാൻ ആ മാർക്കിങ് മാത്രം ഇതിലൂടെ നോക്കുമ്പോൾ ഈ പേപ്പർ, ആ മാർക്കിങ് പറയുന്ന ആ ഗ്ലാസ്സിൽ കൂടി കാണുന്ന ആ പേപ്പർ മൊത്തത്തിൽ ആ ഇങ്ക് മാർക്കിങ് കുറച്ച് ഉയർന്ന് കാണും. എന്തുകൊണ്ടാണ്? ഇറ്റ് ഈസ് ഡ്യൂ ടു റിഫ്രാക്ഷൻ. നിങ്ങൾ കാണുള്ളൂ. ദ ആൻസർ ഈസ് ഇറ്റ് ഈസ് ഡ്യൂ ടു റിഫ്രാക്ഷൻ. അതായത് ഒരു ഗ്ലാസ് സ്ലാബിൻ്റെ ഇവിടെയാണ് ആ മാർക്ക് വീണ് കിടക്കുന്ന. പേപ്പർ തൊട്ടടിയിൽ ഇരിപ്പുണ്ടെങ്കിൽ ഏതാണ്ട് ഇവിടെ മാർക്ക് വീഴുന്ന പോലെയാണ്. ഇതാണ് ഗ്ലാസ് സ്ലാബ്. നിങ്ങൾ നേരെ നോക്കിയാൽ നിങ്ങൾക്ക് ആ റൈസിങ് അങ്ങനെ ഫീൽ ചെയ്യില്ല. മനസ്സിലായോ? അതേസമയം നിങ്ങൾ ചരിഞ്ഞ് നോക്കിയാൽ, ഇപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കിയാൽ ഇത് ഇത്തിരി ഇങ്ങനെ ചരിയും നോർമലി എന്ന്. സോ ഇറ്റ് വിൽ അപ്പിയർ ദാറ്റ് ഇറ്റ് ഈസ് കമ്മിങ് ഫ്രം ഹിയർ. അപ്പോൾ ഇത്രയും ഒരു വ്യത്യാസം, ഹൈറ്റിൽ വ്യത്യാസം കാണും. അതാണ് അതിൻ്റെ കാരണം. സോ ആൻസർ ഈസ് റിഫ്രാക്ഷൻ. ഇവിടെ നിങ്ങൾ റിഫ്രാക്ഷൻ എന്താണെന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ദ ചേഞ്ച് ഓഫ് സ്പീഡ് ഓഫ് എ ലൈറ്റ് വെൻ ഇറ്റ് എൻറ്റേഴ്സ് ഫ്രം വൺ മീഡിയം ടു അനദർ. അതാണ് റിഫ്രാക്ഷൻ എന്ന് എഴുതി കഴിഞ്ഞാൽ വളരെ നല്ലത്. ഓക്കെ, ഇത് നമുക്ക് മൂന്നാമത്തെ പ്രോബ്ലം. യൂസിങ് എ വെൽ ലേബിൾഡ് ഡയഗ്രാം ഷോ ദാറ്റ് എ റേ ഓഫ് ലൈറ്റ് സഫേഴ്സ് 2 റിഫ്രാക്ഷൻസ് വെൻ പാസ്ഡ് ത്രൂ എ ഗ്ലാസ് സ്ലാബ്. ഒരു ഗ്ലാസ് സ്ലാബ് ഇതാണെന്ന് നിങ്ങൾ വിചാരിക്കുക. ഈ ഗ്ലാസ് സ്ലാബിലൂടെ ഒരു റേ ഇങ്ങനെ കടന്നു പോയാൽ ആ റേ ഇതിലേ കൂടി വരും. അപ്പോൾ ഈ സമയത്ത് ഇത് 2 റിഫ്രാക്ഷൻസ് നടക്കും. ഏതാണ് ഒരു റിഫ്രാക്ഷൻ? ഇവിടെ ഇതെന്ന് പറയുന്ന എയർ ഗ്ലാസ് മീഡിയമാണ്. അപ്പോൾ ഇവിടെ ഒരു റിഫ്രാക്ഷൻ നടക്കും. പിന്നെ ഇതും ഒരു ഗ്ലാസ് എയർ ഇതാണ്. അപ്പോൾ ഒരു മീഡിയത്തിലേക്കുള്ള എൻട്രിയാണ്. അപ്പോൾ എന്ത് പറ്റും? ഇവിടെ ഒരു റിഫ്രാക്ഷൻ നടക്കും. അപ്പോൾ 2 ഇൻ്റർഫേസുകളുണ്ട് ഈ ഗ്ലാസ് ലാബിന്. ഒരു ഇൻ്റർഫേസ് എയർ ഗ്ലാസ് ഇൻ്റർഫേസ്, മറ്റൊന്ന് ഗ്ലാസ് എയർ ഇൻ്റർഫേസ്. ഇത് രണ്ടും തമ്മിൽ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞാണിത്. ഇത് രണ്ടും തമ്മിൽ ദർ വിൽ ബി ഡബിൾ റിഫ്രാക്ഷൻ. അതിൻ്റെ ഡയഗ്രാം വരയ്ക്കാനാണ് ചോദ്യം. ഇതാണ് IO ഈസ് ദ ഇൻസിഡൻറ്റ് റേ. ഇവിടെ വരുമ്പോൾ ഫസ്റ്റ് ഇൻ്റർഫേസിൽ റിഫ്രാക്ഷൻ നടക്കുകയാണ്. ദിസ് ഈസ് I1, ദിസ് ഈസ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. ഈ MN എന്ന് പറയുന്നതാണ് ഈ പോയിന്റിൽ നോർമൽ, O എന്ന് പറയുന്ന പോയിന്റിൽ. അപ്പോൾ ഇവിടെ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ R1 ആണ്, ഇത് ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. ഇനി ഈ റേ ഇങ്ങോട്ട് വരുമ്പോൾ, ഇവിടെ വരുമ്പോൾ അടുത്ത ഇൻ്റർഫേസ് വന്ന് ഗ്ലാസ്, ഇത് ഗ്ലാസ്സാണ്, ഇത് എയറാണ്, ഇതും എയറാണ്. സോ ഗ്ലാസ് എയർ ഇൻ്റർഫേസിൽ വരുമ്പോൾ എന്ത് പറ്റും? ഇറ്റ് ഈസ് കമ്മിങ് ഫ്രം എ ഡെൻസർ മീഡിയം ടു റെയറർ മീഡിയം. ഈ ഫസ്റ്റ് കേസിൽ IO ഈസ് കമ്മിങ് ഫ്രം എ റെയറർ മീഡിയം ടു ഡെൻസർ മീഡിയം. സോ ഇറ്റ് വിൽ ബെൻഡ് ടുവേർഡ്സ് ദ നോർമൽ. ഈ കേസിൽ ഈ റേ ഇവിടെ എത്തിക്കഴിയുമ്പോൾ എന്ത് പറ്റും? ഇറ്റ് ഈസ് കമ്മിങ് ഫ്രം എ ഡെൻസർ മീഡിയം ടു റെയറർ മീഡിയം. സോ ഇറ്റ് വിൽ മൂവ്, സ്പീഡ് കൂടും. സോ ഇറ്റ് വിൽ മൂവ് അവേ ഫ്രം ദ നോർമൽ. അപ്പോൾ അങ്ങനെയാണ്. ഇതിൽ ഉള്ള പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഗ്ലാസ് ലാബ് ഇല്ലായിരുന്നുവെങ്കിൽ അതെങ്ങനെ കടന്നു പോകുമായിരുന്നോ, അതാണ് ഈ പാത്ത്.
ആ പാത്തിന് പാരലായിട്ട് തന്നെ ആയിരിക്കും ഈ പാത്ത്. അല്ലെങ്കിൽ എന്ത് പറ്റുമായിരുന്നു എന്നറിയാം, നിങ്ങൾ ഒരു ഗ്ലാസ് ലാബിൽ കൂടി നിങ്ങൾ നല്ല ഗ്ലാസ് ലാബ് ഒട്ടും അതിൻ്റെ സർഫസിനൊന്നും ഒരു കറക്റ്റ് ലെവലായിട്ടുള്ളൊരു ഗ്ലാസ് ലാബിൽ കൂടി നോക്കിക്കഴിഞ്ഞാൽ തിക്നെസ് ഒന്നും വേരി ചെയ്യാൻ പാടില്ല. അതായത് ഈ തിക്നെസ്സിന് വേരിയേഷൻ ഒന്നും വരരുത്. ഇങ്ങനെ ഇരിക്കുന്ന ഗ്ലാസ് ലാബ് ആകരുത്, അല്ലെങ്കിൽ ഇവിടെ ഇങ്ങനെ സർഫസ് ഇങ്ങനെ അൺഈവനായിട്ടിരിക്കുന്ന ഗ്ലാസ് ലാബ് ആകരുത്. നിങ്ങളൊരു വസ്തുവിനെ ഇങ്ങനെ നോക്കിയാൽ വസ്തുവിന് മാറ്റമൊന്നും വരില്ല, അതേ ഷേപ്പിലും സൈസിലും കാണും, പക്ഷേ ഇച്ചിരി ഡിസ്പ്ലേസ്ഡ് ആയിട്ട് കാണും. ഇത് ഇവിടെ നിന്ന് ഇത്തിരി ഇങ്ങോട്ട് മാറിയതായിട്ട് കാണും. അവിടെ കാണുന്ന ഇപ്പോൾ അവിടെ ഒരു ബൾബ് ഞാനിങ്ങനെ നോക്കിയാൽ നമ്മൾ നേരെ നോക്കിയിട്ട് ഗ്ലാസ് വെച്ച് കഴിയുമ്പോൾ ബൾബ് ഇച്ചിരി പുറകോട്ട് ഇങ്ങനെ മാറുന്നതായിട്ട് നമുക്ക് തോന്നും. ദാറ്റ് മീൻസ് ഇറ്റ് വിൽ ഗെറ്റ് എ ഡിസ്പ്ലേസ്ഡ്. ആൻഡ് ദിസ് ഡിസ്പ്ലേസ്, ഇതാണ് ആ ഡിസ്പ്ലേസ്മെൻറ്റ്. ആൻഡ് ദിസ് ഈസ് കോൾഡ് എ ലാറ്ററൽ ഡിസ്പ്ലേസ്മെൻറ്റ്. അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ്. അപ്പോൾ ഇതൊന്ന് നിങ്ങൾ വരച്ചെടുക്കുക. ഇതാണ് അതിൻ്റെ ആൻസർ. ഇനി നമുക്ക് മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. സ്റ്റേറ്റ് ദ ലോസ് ഓഫ് റിഫ്രാക്ഷൻ. ലോസ് ഓഫ് റിഫ്രാക്ഷൻ എഴുതാനാണ്. ആൻസർ എന്താണ്? ദ ഇൻസിഡൻറ്റ് റേ, റിഫ്രാക്റ്റഡ് റേ, അതൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. ആൻഡ് ദ നോർമൽ ഡ്രോൺ ഓൺ ദ ഇൻ്റർഫേസ് അറ്റ് ദ പോയിൻ്റ് ഓഫ് ഇൻസിഡൻസ്. ആ നോർമൽ വരക്കേണ്ടതെന്നാണ്? ആ ഇൻ്റർഫറൻസിൽ, ആ ഇൻ്റർഫേസിലാണ്. ഈ രണ്ട് മീഡിയവും തമ്മിൽ വേർതിരിക്കുന്ന ആ സർഫസിൽ, ഇൻ്റർഫേസിൽ നോർമൽ വരയ്ക്കണം. ഏത് പോയിന്റിൽ നിന്ന്? പോയിൻ്റ് ഓഫ് ഇൻസിഡൻസിൽ നിന്ന് നിങ്ങൾ വരയ്ക്കണം. അങ്ങനെ ആ നോർമലും റിഫ്രാക്റ്റഡ് റേയും എല്ലാം ഒരൊറ്റ പ്ലെയിനിൽ തന്നെ കിടക്കും. അതായത് അതിൻ്റെ അർത്ഥം എന്താണെന്നറിയാം? ഇങ്ങനെ ഒരു റേ വന്ന് കടന്നുപോയി ഇതിനകത്ത് റിഫ്രാക്റ്റ് ചെയ്ത് ഇങ്ങോട്ട് പോരില്ല, ഇങ്ങനെ തന്നെ പോരുള്ളൂ. ആ ഡയറക്ഷനിൽ തന്നെ പോരുള്ളൂ, ഇച്ചിരി ബെൻഡ് ചെയ്തിട്ടാണെങ്കിലും. അല്ലാതെ ഇങ്ങനെ പോകുന്ന ഒരു ലൈറ്റ് ബീം റിഫ്രാക്ഷൻ കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് തിരിച്ചു പോകില്ല, അല്ല അങ്ങോട്ടും പോകില്ല. ബെൻഡിങ് ഒക്കെ കടന്നാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വേണേൽ പോകാം, പക്ഷെ അങ്ങനെയല്ല പോകുന്നത്. ഇങ്ങനെ പോകുന്ന ബീം, ലൈറ്റ് ബീം കടന്നു കഴിയാൻ നേരത്ത് ആ പ്ലെയിനിലൂടെ തന്നെ ആയിരിക്കും പോകുന്നത്, ഇങ്ങനെ തന്നെ ആയിരിക്കും പോരുന്നതെന്ന് അർത്ഥം. ഓക്കെ, ഇനി രണ്ടാമത്തെ എന്താണ്? ദ റേഷ്യോ ഓഫ് ദ സൈൻ ഓഫ് ദ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ടു ദ സൈൻ ഓഫ് ദ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ, ദറ്റ് ഈസ് sin I by sin R ഈസ് എ കോൺസ്റ്റൻറ്റ്. ആ കോൺസ്റ്റൻ്റെ പേരെന്താണ്? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് medium 2 with respect to medium 1. It is called the relative refractive index of medium 2 with respect to medium 1. That is mu21 is equal to sin I by sin R. ഇതാണ് അതിൻ്റെ ഉത്തരം. ഓക്കെ, ശരി. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 5. കഴിഞ്ഞ ക്വസ്റ്റ്യൻ 4 ആയിരുന്നു, ഞാൻ 3 മാറ്റാൻ മറന്നുപോയതാണ്. ഡിഫൈൻ ആബ്സല്യൂട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് എ മീഡിയം. എന്താണ് ആബ്സല്യൂട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് എ മീഡിയം? അതേപോലെ അതേ ഉത്തരം തന്നെയുള്ള ചോദ്യമാണ്. സ്റ്റേറ്റ് ഹൗ ആബ്സല്യൂട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഈസ് റിലേറ്റഡ് ടു സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ വാക്വം. സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ വാക്വം ഈസ് ഡിനോട്ടഡ് ബൈ ദ ലെറ്റർ സി. സി ആയിട്ട് ആബ്സല്യൂട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സിന് എന്താണ് ബന്ധം? ഇത് രണ്ട് രീതിയിൽ ചോദിച്ചെന്നല്ല 2 വർഷങ്ങളായിട്ട്. അപ്പോൾ എന്താണ് അതിൻ്റെ ഉത്തരം? എന്താണ് ആബ്സല്യൂട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്? ഇറ്റ് ഈസ് എ റേഷ്യോ ഓഫ് അബ്സല്യൂട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. ഈ അബ്സല്യൂട്ട് വെറുതെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് മാത്രം നിങ്ങൾക്ക് എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഈസ് അബ്സല്യൂട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. അതേസമയം mu21 അല്ല മീഡിയം വിത്ത് റെസ്പെക്ട് ടു medium 1 ഒരു റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് medium 2 വിത്ത് റെസ്പെക്ട് ടു 1 ഓർ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് medium 1 വിത്ത് റെസ്പെക്ട് ടു 2, ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ ദാറ്റ് ഈസ് കോൾഡ് റിലേറ്റീവ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. അപ്പോൾ നിങ്ങൾക്ക് വെറുതെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് എവിടെയെങ്കിലും പറഞ്ഞാൽ നിങ്ങൾ അപ്പം മനസ്സിലാക്കിക്കൊള്ളണം ദാറ്റ് ഈസ് അബ്സല്യൂട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. സോ അതാണ് ഞാൻ അങ്ങനെ എഴുതിയത്. അബ്സല്യൂട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓർ refractive index of a medium is defined as the ratio of speed of light in vacuum, അതായത് സി, ഇവിടെ സി എന്നും കൂടി എഴുതിക്കോ ബ്രാക്കറ്റിൽ, ടു ദ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ വാക്വം വി എന്ന് എഴുതിക്കോ. സോ ദിസ് ഈസ് ദ ആൻസർ, ദാറ്റ് ഈസ് mu is equal to c by v. ഇതൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞതാണ്. ഓക്കെ, എഴുതിക്കോളൂ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ബ്രീഫ്ലി, ചിലപ്പോൾ ഈ ക്വസ്റ്റ്യൻ്റെ നമ്പറൊന്നും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കേട്ടോ. അപ്പോൾ നിങ്ങൾ ഈ നമ്പറൊന്നും നോക്കണ്ട ഈ വീഡിയോയിൽ കേട്ടോ. സോ ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ദ കോസ് ഓഫ് റിഫ്രാക്ഷൻ. ആൻസർ ഇതാണ്. എന്താണ് റിഫ്രാക്ഷൻ? എന്താണ് കാര്യം? വെൻ ഫസ്റ്റ് തിങ് ഈസ് ദാറ്റ് ലൈറ്റ് ഈസ് ഹാവിങ് ഡിഫറെൻറ്റ് വെലോസിറ്റീസ് ഓർ സ്പീഡ് വെൻ
travels to different medium. പല മീഡിയത്തിൽ പല സ്പീഡാണ്. അപ്പോൾ when it enters from one medium to another, ഒരു മീഡിയത്തിൽ നിന്ന് വേറൊരു മീഡിയത്തിലേക്ക് എൻ്റർ ചെയ്യുമ്പോൾ അതിൻ്റെ സ്പീഡ് ചേഞ്ച് ചെയ്യണം എന്ന് നിർബന്ധമൊന്നുമില്ല. അല്ലാത്ത ചില മീഡിയം ഒക്കെ ഉണ്ട്. അതിനെപ്പറ്റി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ആൻസർ വരുമ്പോൾ ഞാൻ പറഞ്ഞുതരാം, അടുത്ത വീഡിയോയിൽ പറഞ്ഞുതരാം. അപ്പോൾ അങ്ങനെ ചേഞ്ച് ചെയ്താൽ അതിൻ്റെ സ്പീഡ് മാത്രമല്ല ചേഞ്ച് ചെയ്യുന്ന, ഡയറക്ഷനും ചിലപ്പോൾ ചേഞ്ച് ചെയ്തേക്കാം. മിക്കവാറും ഡയറക്ഷൻ ചേഞ്ച് ചെയ്യും. ഡയറക്ഷൻ ചേഞ്ച് ചെയ്യാത്ത എപ്പോഴാണ്? നോർമലായിട്ട് തന്നെ വീഴുമ്പോൾ. നോർമൽ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് 0 ആയിരിക്കും. അപ്പോൾ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യില്ല. അപ്പോൾ ഇങ്ങനത്തെ സ്പീഡ് ചേഞ്ചിനെയും ഡയറക്ഷൻ ചേഞ്ചുമാണ്. കാരണം എന്ത് പറ്റും? ലൈറ്റ് റേ വിൽ ബെൻഡ്. ദിസ് ഫിനോമിനൻ ഈസ് നോൺ ആസ് റിഫ്രാക്ഷൻ. ഓക്കെ, so write down this answer. The speed of light differs when it travels through a different media. Hence, when light enters from one media to another, its speed changes. As the speed changes, the direction also may change. നിർബന്ധമില്ല കേട്ടോ, ഒരു കേസിൽ ചേഞ്ച് ചെയ്യില്ല. അതുകൊണ്ട് വിൽ ചേഞ്ച് എന്ന് എഴുതാത്തത് അതുകൊണ്ടാണ്. ഡയറക്ഷൻ ഓൾസോ മേ ചേഞ്ച്. ദിസ് കോസസ് ബെൻഡിങ് ഓഫ് റേ. If the direction changes, it will cause the bending of ray. This phenomenon of changing of speed and direction, so this phenomenon of changing of speed and direction is called refraction. അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്തോളൂ. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ. Explain why a ray of light bend towards the normal as it passes from rarer medium to denser medium. Rarer മീഡിയത്തിൽ നിന്ന് ഇത് മീഡിയം 1, ഇത് 2, ഇത് റെയറാണ്, ഇത് ഡെൻസറാണ്. റെയറർ മീഡിയത്തിൽ നിന്ന് ഡെൻസർ മീഡിയത്തിലേക്ക് വരുമ്പോൾ ദ റേ ഈസ് ബെൻഡിങ് ടുവേർഡ്സ് എ നോർമൽ. ഇങ്ങോട്ടാണ് തിരിയുന്നത്. അതിൻ്റെ കാരണം എന്താണെന്നാണ് ചോദ്യം. എക്സ്പ്ലെയിൻ. See, answer is, according to Snell's law, relative refractive index mu2 1 is equal to sin I by sin r. Sin I by sin r എന്ന് വെച്ചാൽ mu2 by mu1 ആണ്. Absolute refractive index of medium 2 with respect to medium 1 എന്ന് വെച്ചാൽ എന്താണ്? mu1 എത്രയായിരിക്കും? mu1 is equal to c by v1. mu2 എത്രയായിരിക്കും? c by v2. അപ്പോൾ mu2 by mu1, mu2 by mu1 will be equal to സിയും സിയും ക്യാൻസലായി പോയിട്ട് ദാറ്റ് വിൽ ബി v1 by v2. അതാണ് എഴുതിയേക്കുന്നത്, v1 by v2. അപ്പോൾ mu2 ഈസ് v1 by v2. അതായത് v1 എന്ന് പറയുന്നത് ഇതിൻ്റെ ഇവിടുത്തെ വെലോസിറ്റി, v2 എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ വെലോസിറ്റി. ഇതൊരു ഡെൻസർ മീഡിയം ആണെങ്കിൽ, ഡെൻസർ വെൻ കമ്പയർ ടു നെക്സ്റ്റ് മീഡിയം, അപ്പോൾ അത് റെയറായി, ഇത് ഡെൻസറായി. ഡെൻസറിലാണെങ്കിൽ ഒരു കാര്യം ഉറപ്പാണ്, സ്പീഡ് കുറയുകയാണ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താണ്? v2 ഈസ് ലെസ്, v1 ഈസ് ഹൈ. കാരണം റെയറർ മീഡിയത്തിൽ സ്പീഡ് കൂടുതലും ഡെൻസർ മീഡിയത്തിൽ സ്പീഡ് കുറവും എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം v1 ഈസ് ഗ്രേറ്റർ ദാൻ v2. ദാറ്റ് ഈസ് v1 ഈസ് ഗ്രേറ്റർ ദാൻ v2. v1 ഗ്രേറ്റർ ദാൻ v2 ആയാൽ സൈൻ ഐ ബൈ സൈൻ ആർ എന്ന് പറഞ്ഞാൽ v1 ബൈ v2 ആണ്. അപ്പോൾ v1 ബൈ v2, v1 കൂടിക്കഴിഞ്ഞാൽ v1 ബൈ v2 വിൽ ബി ഗ്രേറ്റർ ദാൻ 1. v1 ബൈ v2 ഗ്രേറ്റർ ദാൻ 1. ആ v1 ബൈ v2വിനെയാണ് സൈൻ ഐ ബൈ സൈൻ ആർ എന്ന് പറഞ്ഞത്. അപ്പോൾ സൈൻ ഐ ബൈ സൈൻ ആർ ഓൾസോ വിൽ ബി ഗ്രേറ്റർ ദാൻ 1. ഓക്കെ, അങ്ങനെ വന്നു കഴിയുമ്പോൾ സൈൻ ഐ ബൈ സൈൻ ആർ ഈസ് ഗ്രേറ്റർ ദാൻ 1. എന്താണ് അതിൻ്റെ അർത്ഥം? സൈൻ ഐ ഈസ് ഗ്രേറ്റർ ദാൻ സൈൻ ആർ. സൈൻ ഐ കൂടിയല്ലേ സൈൻ ആർ കുറഞ്ഞാലല്ലേ അത് ഗ്രേറ്റർ ദാൻ 1 ആകുള്ളൂ. എന്ന് വെച്ചാൽ ഐ വിൽ ബി ഗ്രേറ്റർ ദാൻ ആർ. റെയറർ മീഡിയത്തിൽ നിന്ന് ഡെൻസർ മീഡിയത്തിലോട്ട് വരുമ്പോൾ ഐ വിൽ ബി ഗ്രേറ്റർ ദാൻ ആർ. ഐ ഗ്രേറ്റർ ദാൻ ആർ ആകണമെങ്കിലുള്ള കണ്ടീഷൻ എന്താണ്? ഐയിലും കുറവായിരിക്കണം ആർ എന്ന് വെച്ചാൽ റേ ഇങ്ങോട്ട് ബെൻഡ് ചെയ്യണം. മനസ്സിലായോ? ദ റേ ഹാസ് ടു ബെൻഡ് ടുവേർഡ്സ് ദ നോർമൽ. ഇനി നിങ്ങൾ എഴുതിക്കോളൂ. ഞാൻ ബോർഡിൽ സ്ഥലം തയ്യാൻ ഞാൻ എഴുതിയില്ല. ഇത്രയും എഴുതിയെടുത്തതിന് ശേഷം നിങ്ങൾ എഴുതിയെടുക്കണം. സിൻസ് ഐ ഈസ് ഗ്രേറ്റർ ദാൻ ആർ, the only possibility is that the refractor rate has to bend towards the normal. That is why it is bending towards the normal. ഇനി നിങ്ങളൊരു ഹോംവർക്ക് ചെയ്യുക. ഞാൻ ഈ ക്വസ്റ്റ്യൻ ഒന്ന് മാറ്റുകയാണ്. ഈ ക്വസ്റ്റ്യൻ അത് എഴുതിയെടുക്കുക, ആൻസറും എഴുതിയെടുക്കുക. ഇനി ഞാൻ ആ ക്വസ്റ്റ്യൻ ഒന്ന് മാറ്റുകയാണ്. വീഡിയോ ഒന്ന് പോസ് ചെയ്തിട്ട് എഴുതിയെടുക്കാം. ഇനി ഞാൻ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് വേറൊരു ക്വസ്റ്റ്യൻ തരികയാണ്. വൈ എ റേ ഓഫ് ലൈറ്റ് ബെൻഡ് എവേ ഫ്രം ദ നോർമൽ?
from the normal when it passes from denser medium to rarer medium. Explain why a ray of light bent away from the normal. ഈ ആൻസർ അല്ല കേട്ടോ. ഇത് നിങ്ങൾ ഹോംവർക്ക് ആയിട്ട് ചെയ്യുക. എക്സ്പ്ലെയിൻ വൈ എ റേ ഓഫ് ലൈറ്റ് ബെൻഡ് എവേ ഫ്രം ദ നോർമൽ വെൻ ആസ് ഇറ്റ് പാസസ് ഡെൻസർ മീഡിയം ടു റെയറർ മീഡിയം. അപ്പോൾ നിങ്ങൾ ഡയഗ്രാം ഒന്ന് തലതിരിച്ച് ഇങ്ങനെ വരയ്ക്കണം. ഡെൻസർ മീഡിയം ടു റെയറർ മീഡിയം. അപ്പോൾ ഇത് R ആവും, ഇത് I ആവും. തിരിച്ച് വരയ്ക്കുമ്പോൾ ഞാനത് വരയ്ക്കാനായിട്ട് സമയം കളയണല്ലേ, അതൊന്ന് ഹോംവർക്കായിട്ട് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ ഉത്തരം ചെയ്യുക. ചിലപ്പോൾ അങ്ങനെ ചോദിക്കാം, ഇങ്ങനെ ചോദിച്ചിട്ടുണ്ട്, തിരിച്ചും ചോദിക്കാം. ഓക്കെ, അപ്പോൾ അതൊന്ന് ഹോംവർക്കായിട്ട് ചെയ്യുക. ഇനി അടുത്ത ചോദ്യം, വാട്ട് ഈസ് മെൻ ബൈ റിലേറ്റീവ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്? എന്താണ് റിലേറ്റീവ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്? ആൻസർ എന്താണ് റിലേറ്റീവ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്? μ21 റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് എന്താണ് μ21 ഒക്കെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്? നമ്മൾ ആദ്യമേ പഠിച്ചു μ21, ദാറ്റ് ഈസ് ദ റിലേറ്റീവ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് 2 വിത്ത് റെസ്പെക്ട് ടു 1, ദാറ്റ് ഈസ് ഈക്വൽ ടു μ2 ബൈ μ1. It is the ratio of absolute refractive index of medium 2 by medium 1, and that will be equal to speed of light in medium 1 to speed of light in medium 2. ഇവിടെ നിങ്ങൾ μ21 എന്ന് പറഞ്ഞാൽ μ2 by μ1 ആണ്. അത് v1 by v2 ആണ്, അല്ല v2 by v1 അല്ല. അങ്ങനെ തിരിഞ്ഞു പോകരുത് നിങ്ങൾക്ക്, ഇത് നിങ്ങൾ ഓർക്കണം. അപ്പോൾ അതുപോലെ സിമിലർലി μ12 എന്ന് പറയുന്നത് എന്തായിരിക്കും? μ1 by μ2 റിഫ്രാക്റ്റീവ് അബ്സല്യൂട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് മീഡിയം 1 to absolute refractive index of medium 2, and that will be equal to v2 by v1. അപ്പോൾ ഇതാണ് അതിൻ്റെ ആൻസർ. സോ റൈറ്റ് ഡൗൺ. ഇതാണ്, ഇത് നോക്കിയെടുക്കുക. സിമിലർലി എന്നാണ് എഴുതിയേക്കുന്നത്. സിമിലർലി μ12 is equal to v2 by v1. ഇവിടെ വേണമെങ്കിൽ നിങ്ങൾക്ക് μ1 by v2 എന്നും അത് അബ്സല്യൂട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണെന്നൊക്കെ എഴുതിയാൽ വളരെ നല്ലത്. ഇതുപോലെ എഴുതിയാലും നല്ലത്. ഓക്കെ, നിങ്ങളുടെ ഇഷ്ടം പോലെ ഏതെങ്കിലും ഒന്ന് എഴുതിയിരിക്കണം. ഒന്നെങ്കിൽ v1 by v2 ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു μ2 by μ1 എന്നൊക്കെ എഴുതുമ്പോൾ μ1 ഉം μ2 എന്താണെന്ന് നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കണം. ദാറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ മാർക്ക്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഡസ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് എ മീഡിയം ഡിപ്പെൻഡ് ഓൺ ദ ആംഗിൾ ഓഫ് ഇൻസിഡൻസ്? എന്താണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് എ മീഡിയം? അബ്സല്യൂട്ട് ആണെങ്കിലും എന്താണെങ്കിലും ഇറ്റ് ഈസ് ദ absolute refractive index of a medium എന്താണ്? μ is equal to c by v. c എന്ന് പറയുന്ന വാക്വത്തിലെ സ്പീഡ് ഓഫ് ലൈറ്റ്, മറ്റേതോ മീഡിയത്തിലെ സ്പീഡ് ഓഫ് ലൈറ്റ്. ഇത് ആംഗിൾ ഓഫ് ഇൻസിഡൻസുമായിട്ട് വല്ല ബന്ധമുണ്ടോ? നത്തിങ്. സോ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഓർ ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ ദ നേച്ചർ ഓഫ് മെറ്റീരിയൽ. ആ മീഡിയത്തിൻ്റെ നേച്ചർ അനുസരിച്ചേ ഉള്ളൂ. മറ്റൊന്ന് കൂടിയുണ്ട്, ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ ടെമ്പറേച്ചർ ഓൾസോ. അതിപ്പോൾ നിങ്ങൾക്ക് പഠിക്കാനായിട്ട് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലൊന്നും പറഞ്ഞതായിട്ട് ഞാൻ കണ്ടില്ല, എങ്കിലും മനസ്സിലാക്കിയിരുന്നുള്ളൂ. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഡിപ്പെൻഡ്സ് ഓൺ ദ നേച്ചർ ഓഫ് ദ മീഡിയം ആസ് വെൽ ആസ് ഇറ്റ്സ് ടെമ്പറേച്ചർ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്താണ്? ആൻസർ ഈസ് നോ. ഇനി അടുത്ത ചോദ്യം, വെൻ ഡസ് സ്നെൽസ് ലോ ഫെയിൽ? എപ്പോഴാണ് സ്നെൽസ് ലോ പരാജയപ്പെടുന്നത്? എപ്പോഴാണ് സ്നെൽസ് ലോ പരാജയപ്പെടുന്നത്? വെൻ ദ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഈസ് 0. നോർമലി കൂടി പോരുമ്പോൾ സ്നെൽസ് ലോ ഒബേ ചെയ്യില്ല. എന്താ കാര്യം? വാട്ട് ഈസ് സ്നെൽസ് ലോ? ഇപ്പോൾ വെള്ളത്തിൻ്റെ ആംഗിൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് μ is equal to 1.33 ആണെന്നിരിക്കട്ടെ. അപ്പോൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്താ പറയുന്നത്? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഈസ് sin I by, ഞാൻ റിലേറ്റീവ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ് പറയുന്നത്, sin r. ഇത് എയർ ആണെന്നിരിക്കട്ടെ. അപ്പോൾ എയർ ആൻഡ് വാട്ടർ, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് വാട്ടർ വിത്ത് റെസ്പെക്ട് ടു എയർ, ദാറ്റ് ഈസ് sin I by sin r is equal to 1.33. 1.33 ആണ് റിലേറ്റീവ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് വാട്ടർ. അത് അബ്സല്യൂട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സും അത് തന്നെയാണ് എയറുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. എയറിനും വാക്വത്തിനും ഒരേ
റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് തന്നെയാണുള്ളത്. ഇറ്റ് ഈസ് 1. അതിൻ്റെ അബ്സല്യൂട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് എയർ ഈസ് 1.003 സംതിങ് ലൈക്ക് ദാറ്റ്. അതായത് ഒന്ന് തന്നെയാണെന്ന് അർത്ഥം. രണ്ടിൻ്റെ സ്പീഡ് തമ്മിൽ വലിയ വേരിയേഷൻ ഉണ്ടാവില്ല എയറിൽ. അപ്പോൾ ഇതാണെന്നിരിക്കട്ടെ, മ്യൂ ഓഫ് വാട്ടർ വിത്ത് റെസ്പെക്ട് ടു എയർ ഈസ് 1.33 ആണെന്നിരിക്കട്ടെ. അപ്പോൾ സൈൻ ഐ എത്രയാണ്? ഇപ്പോൾ സപ്പോസ് ഇറ്റ് ഈസ് ഇൻസിഡൻറ്റ് നോർമലി ഇങ്ങനെയാണ് വീഴുന്നതെന്നിരിക്കട്ടെ. അങ്ങനെയാണ് സൈൻ ഐ വിൽ ബി ഈക്വൽ ടു 0, ആർ വിൽ ബി ഓൾസോ ഈക്വൽ ടു 0. അപ്പോൾ സൈൻ ഐ ബൈ സൈൻ ആർ 0. അതല്ലല്ലോ 1.33 എന്ന് പറയുന്നത്. അപ്പോൾ സ്നെൽസ് ലോ വിൽ നോട്ട് ഹോൾഡ് ഗുഡ് വെൻ ദ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഈസ് 0. അവിടെ മാത്രമാണ് സ്നെൽസ് ലോ ട്രൂ അല്ലാതെ വരുന്നത്. അറ്റ് ദാറ്റ് ടൈം ഇറ്റ് ഫെയിൽസ്. ഓക്കെ, ഇനി ഉള്ള പ്രോബ്ലം. ഇനി നമുക്ക് 14ാമത്തെ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കാം. 14ാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. ദ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് വാട്ടർ വിത്ത് റെസ്പെക്ട് ടു എയർ ഈസ് 4/3. വാട്ട് ഈസ് ദ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് എയർ വിത്ത് റെസ്പെക്ട് ടു വാട്ടർ? തിരിച്ച് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് വാട്ടർ വിത്ത് റെസ്പെക്ട് ടു എയർ ഈസ് 4/3 ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ്? മ്യൂ ഡബ്ല്യു ബൈ മ്യൂ എയർ. ദാറ്റ് ഈസ് 4/3. ചോദ്യം ഇതാണ്, വാട്ട് ഈസ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് എയർ? വാട്ട് ഈസ് AWA? AWA is 4/3. That is mu W by mu A. What will be AW? AW എന്തായിരിക്കും? mu A by mu W. ഇത് തിരിച്ചിട്ടതാണത്. That will be equal to mu A എത്രയാണ്? 3. mu W 4. So that will be equal to 3/4. That is mu 1 2 is equal to 1 by mu 2 1, or mu 2 1 will be equal to 1 by mu 1 2. ഇതെപ്പോഴും ഓർമ്മ വേണം. ഇത് ചോദ്യങ്ങൾ ചോദിക്കാം. അപ്പോൾ ദിസ് ഈസ് ദ ആൻസർ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. വാട്ട് ഹാപ്പൻസ് വെൻ എ റേ ഓഫ് ലൈറ്റ് സ്ട്രൈക്സ് ദ സർഫസ് ഓഫ് സെപ്പറേഷൻ ബിറ്റ്വീൻ ദ 2 മീഡിയ അറ്റ് എ റൈറ്റ് ആംഗിൾ? ഇത് കേൾക്കുമ്പോൾ റൈറ്റ് ആംഗിൾ എന്ന് പറയുമ്പോൾ തന്നെ 90 ഡിഗ്രി എന്ന് മനസ്സിൽ വന്നിട്ട് തീറ്റ അല്ലെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് 90 ആണെന്നൊന്നും തെറ്റിദ്ധരിക്കരുത്. നിങ്ങൾ എപ്പോഴും ക്വസ്റ്റ്യൻ ഒന്ന് നന്നായിട്ട് വായിച്ചു നോക്കിയിട്ട് ഫിസിക്സിലെ ക്വസ്റ്റ്യൻസ് നിങ്ങൾ ആൻസർ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങളതൊന്ന് വിഷ്വലൈസ് ചെയ്യണം. വിഷ്വലൈസ് ചെയ്യാൻ നമുക്ക് എളുപ്പമാർഗ്ഗം എന്താണ്? യു ഹാവ് ടു ഡ്രോ എ ഡയഗ്രാം. ഇതാണ്. അപ്പോൾ ഒരു വെൻ ഇറ്റ് സ്ട്രൈക്സ് ദ സർഫസ് ഓഫ് സെപ്പറേഷൻ, അപ്പോൾ ഇത് മീഡിയം 1, ഇത് മീഡിയം 2, ഇതാണ് സർഫസ് ഓഫ് സെപ്പറേഷൻ. അതിലേക്ക് when a ray of light strikes the surface of separation between the medium at right angles എന്ന് പറഞ്ഞാൽ ഈ മീഡിയത്തിൻ്റെ സെപ്പറേഷനും ഇൻസിഡൻറ്റ് റേയുമായിട്ട് ഇറ്റ് മേക്സ് ആൻ ആംഗിൾ ഓഫ് 90 ഡിഗ്രി എന്നർത്ഥം. ദിസ് ആംഗിൾ ഈസ് 90 ഡിഗ്രി. പക്ഷേ അതെന്ന് പറയുന്ന ആംഗിൾ ഓഫ് ഇൻസിഡൻസ് അല്ല. ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് പറയുന്ന ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഈസ് ദ ആംഗിൾ മെയ്ഡ് ബൈ ദ നോർമൽ ഡ്രോൺ ഫ്രം ദ സർഫസ്. മനസ്സിലായോ? സോ ഹിയർ ദ ആംഗിൾ ഓഫ് ഇൻസിഡൻസ്, ഹിയർ ദ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് is equal to 0. ആംഗിൾ ഓഫ് ഇൻസിഡൻസ് 0 എന്ന് പറഞ്ഞാൽ എത്രയാണ്? നോർമലിന് നേരെ തന്നെ വരിക. വാട്ട് വിൽ ഹാപ്പൻ? ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ വിൽ ബി 0. റിഫ്രാക്ഷൻ വിൽ ബി 0. സോ ദാറ്റ് വിൽ ബി ദാറ്റ് മീൻസ് ദർ വിൽ ബി നോ ബെൻഡിങ്. നേരത്തെ പറഞ്ഞില്ലേ, സ്പീഡ് കുറയുന്നേ ഉള്ളൂ, ബെൻഡിങ് ഉണ്ടാവില്ല. സോ ദ ആൻസർ ഈസ് ദാറ്റ് ദ ലൈറ്റ് റേ വിൽ നോട്ട് ബെൻഡ്. ലൈറ്റ് റേ പാസസ് നോർമലി ത്രൂ ദ സർഫസ്. അത് നേരെ ഇങ്ങ് പോരും. മനസ്സിലായോ? സോ ദാറ്റ് ഈസ് ദ ആൻസർ. അപ്പോൾ ഈ റൈറ്റ് ആംഗിൾ എന്ന് കേട്ടോടാണ് 90 ഡിഗ്രി എന്ന്. അങ്ങനെയാണ് സാധാരണ കുട്ടികൾക്ക് സംഭവിക്കുക. അവർ ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിച്ചു നോക്കാതെ പെട്ടെന്ന് അങ്ങോട്ട് സ്ട്രൈക്ക് ചെയ്യും. മനസ്സിലായി? 90 ഡിഗ്രി. അപ്പോൾ സൈൻ ഐ
sin 90 എന്നൊക്കെ അങ്ങനെ ചിന്തിക്കും. അപ്പോൾ അങ്ങനെ ചിന്തിക്കരുത്. ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിക്കുക, എന്താണ് എഴുതിയിരിക്കുന്നതെന്ന് മനസ്സിലാക്കുക. അത് മനസ്സിലാക്കാനായിട്ട് നിങ്ങളൊന്ന് ഇതുപോലെ വരച്ച് നിങ്ങളുടെ ഐഡിയ ഉണ്ടാക്കിയതിന് ശേഷമേ പ്രോബ്ലം ചെയ്യാൻ തുടങ്ങാവുള്ളൂ. ഓക്കെ, ഇന്നുണ്ടോ? സോ അല്ല ഇതിൽ therefore then angle of refraction R is also equal to I is equal to 0, R is equal to 0. That means there will be no bending. That's answer. ഇനി നമുക്ക് അടുത്ത പ്രോബ്ലത്തിലേക്ക് പോകാം. ദ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് കാർബൺ ഡൈസൾഫൈഡ്, ഏതൊരു കെമിക്കലാണ്, ഈസ് 1.63. വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ദിസ് സ്റ്റേറ്റ്മെൻറ്റ്? ഇതിൻ്റെ അർത്ഥം എന്താണെന്നാണ് ചോദ്യം. വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ദിസ് സ്റ്റേറ്റ്മെൻറ്റ്? ദാറ്റ് ഈസ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്, അബ്സല്യൂട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ്. മ്യൂ ഈസ് ഈക്വൽ ടു 1.63 ഓഫ് വാട്ട്? കാർബൺ ഡൈസൾഫൈഡ്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ദാറ്റ് ഈസ് C/V is equal to 1.63 എന്നല്ലേ അതിൻ്റെ അർത്ഥം. മ്യൂ ഇസ് അബ്സല്യൂട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് C/V. സോ V will be equal to C divided by 1.63. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ് ഇത് ക്ലാസ് എടുത്തപ്പോൾ. That will be equal to 1/1.63 times C. That means എന്താണ് അതിൻ്റെ അർത്ഥം? കാർബൺ ഡൈസൾഫൈഡ് എന്ന് പറയുന്ന കെമിക്കലിലൂടെ ഇത് ലൈറ്റ് കടന്നു പോകുമ്പോൾ അതിൻ്റെ സ്പീഡ് എത്രമാത്രം കുറയും? 1/6.63 times the speed of light in vacuum. അത്രയായിട്ട് കുറയും. എത്രയാണ് 1/6.63 എന്ന് നിങ്ങൾ കാൽക്കുലേറ്ററിൽ നോക്കുക. ദാറ്റ് വിൽ ബി ലെസ് ദാൻ 1, 6 പോയിൻറ്റ് സംതിങ് 7 സംതിങ് വരും. അത്രയായിട്ട് കുറയും, 0.7 ആയിട്ട് കുറയും എന്നർത്ഥം. ദിസ് മീൻസ് ദാറ്റ് ദ വെലോസിറ്റി ഓഫ് ലൈറ്റ് will get the speed of light will get reduced by 1/1.63 times the velocity speed of light in vacuum. Okay, that is the answer. അപ്പോൾ ഇനി നമുക്ക് കുറച്ചും കൂടി ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യേണ്ട, അടുത്ത ക്ലാസ്സിലും കൂടി നമുക്ക് ഇതിൻ്റെ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യണം. കാരണം എല്ലാ ക്വസ്റ്റ്യൻസും CBSEക്ക് ചോദിച്ച എല്ലാ ക്വസ്റ്റ്യൻസും നമുക്കൊന്ന് ആൻസർ ചെയ്യണം. 2019 വരെ ചോദിച്ച, അല്ല 2020 വരെ ചോദിച്ച ക്വസ്റ്റ്യൻസ് എല്ലാം തന്നെ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം CBSEക്ക് ചോദിച്ച്. സോ യു വിൽ ലേൺ ദ സബ്ജക്റ്റ് തറളി. ഓക്കെ, അപ്പോൾ അടുത്ത ക്ലാസ് നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ലെൻസസിലേക്ക് കടക്കും. ഓക്കെ, താങ്ക് യു.